നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ BJPക്ക് പരോക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലംബാനി. മതവും രാഷ്ട്രീയവും സഖ്യം ചേരുമ്പോൾ നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുന്നുവെന്ന് ജബൽപൂരും മണിപ്പൂരും പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. സ്വന്തം മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും കണ്ണൂരിൽ ദുഃഖവെള്ളി ദിന സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സങ്കീർണമായ അൽഗോരിതങ്ങൾ നയിക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ആരെയും തിരസ്കരിക്കാത്ത ദൈവിക സമ്പദ് വ്യവസ്ഥയെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് വിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യരക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച ദൈവപുത്രൻ്റെ സ്മരണയിൽ കുരിശിൻ്റെ വഴിയിലും പ്രാർത്ഥനകളിലും വിശ്വാസി സമൂഹം അണിനിരന്ന ദുഃഖവെള്ളി ദിനത്തിൽ അവതരിപ്പിച്ച പ്രത്യേക ധ്യാന ശ്ലോകത്തിലാണ് വിതയ്ക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞത്. കോളേജ് അധ്യാപകർ തന്നെ ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി ചോർത്തിയെന്ന് കണ്ണൂർ സർവകലാശാലയുടെ കണ്ടെത്തൽ. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ കണ്ണൂർ സർവകലാശാല അധികൃതർ ഗ്രീൻവുഡ് കോളേജിനെതിരെ പോലീസിൽ പരാതി നൽകി. സിൻഡിക്കേറ്റ് സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചതായും വൈസ് ചാൻസലർ അറിയിച്ചു. കോളേജിലെ പരീക്ഷാ കേന്ദ്രം മാറ്റിയെന്നും കണ്ണൂർ സർവകലാശാല വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ജില്ലാ പോലീസ് മേധാവിക്കും ബേക്കൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഷൈനിൻ്റെ പിതാവ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് പോലീസ് തൃശ്ശൂരിലെ ഷൈനിൻ്റെ വീട്ടിലെത്തി നൽകിയത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. നടി വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ നേരിട്ട് വിശദീകരണം നൽകാൻ നടൻ ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ച ഫിലിം ചേംബർ ആസ്ഥാനത്ത് എത്തുമെന്ന് റിപ്പോർട്ടുകൾ. നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഷൈനിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പോലീസ് അന്വേഷണവുമായും ഷൈൻ സഹകരിക്കും. പോലീസിൻ്റെ ഡാൻസ് ഓഫ് സംഘം ഷൈനിനെ തേടിയല്ല ഹോട്ടലിൽ പോയതെന്നും മറ്റൊരു ലഹരി കച്ചവടക്കാരനെ തേടിയാണെന്നും നാർക്കോട്ടിക് ACP അബ്ദുൽ സലാം പറഞ്ഞു. അതേസമയം ഷൈൻ ഓടിപ്പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും റൂം പരിശോധിച്ചപ്പോൾ നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ചോദ്യം ചെയ്താലേ എന്തുകൊണ്ടാണ് ഓടിപ്പോയതെന്ന് വ്യക്തമാകൂ എന്നും ACP പറഞ്ഞു. പരിശോധന ഒഴിവാക്കാൻ മാത്രം പവിത്രതയൊന്നും സിനിമാ സെറ്റിനില്ലെന്നും ലഹരി പരിശോധനയിൽ നിന്ന് സിനിമാ സെറ്റിന് മാത്രം പ്രത്യേക പരിഗണനയില്ലെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ലഹരി പരിശോധന എല്ലായിടത്തും നടത്തുമെന്നും ലഹരി വ്യാപനം തടയുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യമെന്നും എക്സൈസ് നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. നടി വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച എല്ലാ പരാതികളും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും MB രാജേഷ് പറഞ്ഞു. ദുഃഖവെള്ളി ക്ഷമയുടെ സന്ദേശമാണ് നൽകുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. വിട്ടുവീഴ്ചയുടെ മനോഭാവം വേണമെന്നും പക്ഷേ ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അതല്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും അത് സർക്കാരിൻ്റെ മൈലേജ് കൂട്ടുകയേ ഉള്ളൂവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കണമെന്നും കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തടയണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീംകോടതിയെ സമീപിച്ചു. എൽസ്റ്റൺ എസ്റ്റേറ്റ് എടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവ് ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് വാദം. ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ 2013 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യം ഉന്നയിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം വരുന്നു. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഉന്തും തള്ളും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാർട്ടി യോഗങ്ങളിലും പൊതുപരിപാടികളിലും പാലിക്കേണ്ട മാർഗരേഖ KPCC ഉടൻ പുറത്തിറക്കും. പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. കോന്നി ആനത്താവളത്തിൽ കോൺക്രീറ്റ് തൂണ് ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പക്കാട് അജി ഷാരി ദമ്പതികളുടെ ഏകമകൻ അഭിരാമാണ് മരിച്ചത്. ഇളകി നിൽക്കുകയായിരുന്ന തൂൺ കുട്ടി പിടിച്ചതിന് പിന്നാലെ തലയിലേക്ക് വീഴുകയായിരുന്നു. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി നാഷണൽ ഹെറാൾഡ് കേസിൽ ED കുറ്റപത്രം
നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി രാഹുൽ ഗാന്ധി. അതേസമയം ED നീക്കത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. ദില്ലിയിലും സംസ്ഥാനങ്ങളിലും തുടർ പ്രതിഷേധം സംഘടിപ്പിച്ചും കേസ് പരിഗണിക്കുന്ന 25 ED ഓഫീസുകൾ ഉപരോധിക്കാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയുടെയും ഡാൽമിയ സിമന്റിന്റെയും 800 കോടിയുടെ സ്വത്തുക്കൾ ED പിടിച്ചെടുത്തു. ഡാൽമിയ സിമന്റ്സിൽ ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള 27.5 കോടി രൂപയുടെ ഓഹരികളും ഡാൽമിയ സിമന്റിന്റെ 793 കോടി രൂപ വില വരുന്ന ഭൂമിയും കണ്ടുകെട്ടി. 2011 CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് 14 വർഷത്തിനു ശേഷം ED നടപടി. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉടലെടുത്ത പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദും മാൽഡയും ബംഗാൾ ഗവർണർ CB ആനന്ദബോസ് സന്ദർശിക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ശക്തമായ എതിർപ്പുകൾ അവഗണിച്ചാണ് ഗവർണറുടെ സന്ദർശനം. ഇതിനിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച സംഘം സംഘർഷബാധിത പ്രദേശമായ മാൽഡയിലെത്തി. മണ്ണിടിഞ്ഞുമൂടി പൊഴി മൂടപ്പെട്ട മുതലപ്പൊഴിയിൽ അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്ത് സമീപ പഞ്ചായത്തുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാരിനൊപ്പം പ്രവർത്തിക്കുന്നതിന് പകരം പ്രദേശത്ത് കലാപമുണ്ടാക്കാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി B. ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കാണാത്ത വിധം പൊഴിയിൽ അസാധാരണമായി മണ്ണിടിഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ കോൺഗ്രസിനെ വട്ടം കറക്കി PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാകില്ലെന്ന് EP അനിൽകുമാറുമായുള്ള ചർച്ചയിലും അൻവർ ആവർത്തിക്കുകയായിരുന്നു. വിജയസാധ്യത DCC പ്രസിഡന്റ് VS ജോയിക്കാണെന്ന നിലപാട് PV അൻവർ ചർച്ചയിൽ ആവർത്തിച്ചു. ഷൗക്കത്ത് മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അൻവർ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് അൻവറിനെ അനുനയിപ്പിക്കാനായി വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നിട്ടും അൻവർ വഴങ്ങിയില്ല. ഇതോടെ എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് കരുതുന്ന ഒരു സീറ്റിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി നിർത്തിയെന്നും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും അൻവർ കുറിച്ചു. വയനാട്ടിൽ KSRTC ബസ് സ്വിഫ്റ്റ് ബസ്സിന് നേരെ ആക്രമണം. ബൈക്കുകളിലെത്തിയ 3 പേരാണ് ബസ്സിന്റെ ചില്ല് തകർത്തത്. സംഭവത്തിൽ 3 പ്രതികളും പിടിയിലായി. മീനങ്ങാടി സ്വദേശികളായ നിഹാൽ, അൻഷിദ്, ഫെബിൻ എന്നിവരാണ് പിടിയിലായത്. ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറാൻ കാരണം ബസ്സാണെന്ന് ആരോപിച്ചാണ് ആക്രമിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 11 അംഗങ്ങളെ ഉൾപ്പെടുത്തിയ പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു. ഇവരിൽ 5 പേർ പുതുമുഖങ്ങളാണ്. MR മുരളി, K പ്രേംകുമാർ, MLA സുബൈദ, ഇസ്ഹാഖ്, പൊന്നൂട്ടൻ, TK നൌഷാദ് എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെത്തിയ പുതിയ അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാജേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പിന്നാലെ ദിവ്യ S. അയ്യർ നടത്തിയ പുകഴ്ത്തൽ സർവീസ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. KK രാഗേഷിനെ പുകഴ്ത്തിയ പോസ്റ്റ് ദിവ്യ S. അയ്യരുടെ സർവീസ് ചട്ടം ലംഘനമാണെന്നും വിഷയത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനാണ് പരാതി നൽകിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.